ആകാശവള്ളിയും പയറും കൂടെ തോരൻ വെച്ചാലോ? ചെറുപയറോ വൻപയറോ ഉപയോഗിക്കാം തോരൻ വെക്കാൻ. ഞാനിവിടെ വൻപയറാണ് എടുത്തിരിക്കുന്നത്. ആകാശവെള്ളരി പഴുത്താൽ അത് ഫ്രൂട്ട്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അധികം മൂക്കുന്നതിന് മുമ്പ് പറിക്കണം. ആകാശവെള്ളരി കൊണ്ട് ഒരു പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ പിൻ ചെയ്തേക്കാവേ. ഇതിൻ്റെ അകത്തെ ഈ ഭാഗത്തിന് പാഷൻ ഫ്രൂട്ടിൻ്റെ രുചിയാണ്. കറി വയ്ക്കാൻ അത് ഉപയോഗിക്കുന്നില്ല. ഇനി ഇതിൻ്റെ പുറത്തെ തൊലി ഒന്ന് ചെത്തിക്കളയാം. ഇതിൻ്റെ അകത്തെ ഈ ഭാഗവും നീക്കം ചെയ്യാം. അതിനുശേഷം എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കാം. ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി കേട്ടോ. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. ചതുര കഷ്ണങ്ങളായി മുറിക്കുക. തീരെ ചെറുതാക്കണ്ട. വൻപയർ തലേദിവസം വെള്ളത്തിലിട്ട് രാവിലെയാണ് ഞാൻ കറി വെക്കാറുള്ളത്. അല്ലെങ്കിൽ 4-5 മണിക്കൂർ വൻപയർ കുതിരാറിടാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ കറി. അതുകൊണ്ട് ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ പയർ കുതിരാനിട്ടതിന് ശേഷം ഉണ്ടാക്കുകയാണ്. എല്ലാം അരിഞ്ഞു വെച്ചു ഈ ഒരു സൈസിൽ. ഇതുപോലെ തന്നെ കുമ്പളങ്ങായോ അല്ലെങ്കിൽ കപ്പളങ്ങായോ ഇതിന് പകരം ഉപയോഗിക്കാം ഈ ആകാശവെള്ളരിക്ക്. എന്നിട്ട് പയറും കൂട്ടി നമുക്ക് വെക്കാവുന്നതാണ് തോരൻ. പയർ കഴുകി വാരി ആവശ്യത്തിന് ഉപ്പും നിഗമന വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവാൻ വെച്ചിരിക്കുകയാണ്. ഈ സമയം ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു ചെറിയ തേങ്ങ, അതായത് 1 കപ്പും 1 ടേബിൾ സ്പൂണും കാണും അളവിനാണെങ്കിൽ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-6 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി മതി. ഇത് തീരെ ചെറുതായതുകൊണ്ട് ഞാനൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. കാന്താരിമുളകിൻ്റെ എണ്ണം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇഷ്ടാനുസരണം എടുക്കാം. ഇതെല്ലാം മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്യുമ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഈ സമയം പയർ വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർക്കുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. പയർ തന്നെ വേവിക്കുകയും വെള്ളരിക്ക തന്നെ വേവിക്കുകയും ചെയ്തിട്ട് അരപ്പ് പിന്നെ ഒരുമിച്ച് ചേർത്താലും മതി. ഞാനിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അരപ്പ് ഒരുമിച്ച് ഇടുകയാണ്. 1 തണ്ട് കറിവേപ്പില ഇടുക. അര ടീസ്പൂൺ ഉപ്പിടുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അടച്ചു വെച്ച് 1 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് 1.5 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ കടുകും 5-6 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും ചേർക്കുക. ഇതിലേക്ക് അരപ്പ് ചേർത്ത് വേവിച്ച് വെച്ച പയറും വെള്ളരിക്കായും ചേർക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെള്ളം വറ്റുന്നവരെ മൂടിയൊന്ന് വയ്ക്കാം. സ്വാദിഷ്ടമായ വെള്ളരിക്ക പയർ തോരൻ റെഡിയായിരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്കിത് സെർവ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക് യു.